നിങ്ങൾ എന്നെ ഉള്ളം കൈയിൽ സംരക്ഷിച്ചു. നൂറ്റാണ്ടുകാലം നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തോട്ട് നിലപാടുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹത്തിന് നേർവഴിയിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ കേരളത്തിന്റെ വികസന കുതിപ്പിൽ കട്ടപ്പനയിൽ നിന്ന് കമ്പത്തേക്കൊരു തുരങ്കപാത വയനാട്ടിൽ വന്നപ്പോൾ അസാധ്യമെന്ന് കരുതി വയനാട്ടിലെ തുരങ്കപാത തുടക്കം കുറിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പട്ടണം നടത്തിയപ്പോൾ പാറക്കഷ്ടകൾ ഇടർന്നു വീണത് കണ്ടെങ്കിൽ ഏറെ താമസിയാതെ കട്ടപ്പനയിലും അത് സംഭവിക്കും. കമ്പത്തേക്കുള്ള തുരങ്കപാതയിലൂടെ ഈ ഇടുക്കിയുടെ രണ്ടാം മോചനം, നേട്ടം, വികസനം നമുക്ക് വീണ്ടെടുക്കേണ്ടി വരും. ആ സ്ഥായിയായ മാർഗത്തിലേക്ക് നയിക്കാൻ, അതിനെ കൂട്ടായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ കാരണം കക്ഷിയോ രാഷ്ട്രീയമോ മുന്നണിയോ ഒന്നുമല്ല. ഒരു ഭരണാധികാരിയുടെ മുമ്പിലുള്ള ചിന്തകൾ നാടിനെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്ക് ഇടുക്കിയിൽ പാലിച്ച് 50 സീറ്റുണ്ടായിരുന്ന നമ്മുടെ അംഗീകാരം നഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജിനെ 2 മാസത്തിന് ശേഷം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഇൻസ്പെക്ഷൻ നടത്തി തിരിച്ചെടുത്തപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ 100 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ പാകമാക്കിയ ഒരു മെഡിക്കൽ കോളേജാക്കി ഇടുക്കിയെ മാറ്റിയെങ്കിൽ അതാണ് നമ്മുടെ നാടിന്റെ ഐശ്വര്യം. ആ കുട്ടികൾ പഠിക്കില്ലൂടെ? 400 കുട്ടികൾ പഠിക്കുന്നു. 400 കുട്ടികൾ. അടുത്ത വർഷം 100 വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി ഡോക്ടർമാരായി പുറത്തിറങ്ങുക. അങ്ങനെ മലയോരത്തിന്റെ മണ്ണിൽ ആദ്യമായി 100 ഡോക്ടർമാർ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ചിത്രം കാണാൻ പോവുകയല്ലേ നമ്മുടെ മുമ്പിൽ.